Assalamu alaikum. Good afternoon, children. Today we discussing Unit 12, Know Your Land. നമ്മുടെ നാടിനെ അറിയാം അല്ലേ, നമ്മുടെ നാടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ന്യൂ ടേംസ് ഒക്കെ നമുക്ക് യൂണിറ്റിൽ പഠിക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു വർക്കാണ് യൂണിറ്റിൽ ചെയ്യേണ്ടത്. ടെക്സ്റ്റിൽ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് റീഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ പാരൻസിൽ നിന്നും ഗ്രാൻഡ് പാരൻസിൽ നിന്നും പണ്ടത്തെ സിസ്റ്റംസ്, പണ്ട് കാലത്ത് നിലനിന്നിരുന്ന എഡ്യൂക്കേഷൻ എന്തായിരുന്നു, അഗ്രികൾച്ചർ എന്തായിരുന്നു, ഒക്യുപ്പേഷൻസ് എന്തായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കളക്ട് ചെയ്യാം. ശേഷം ഇന്ന് പ്രസൻറ്റിൽ എന്താണ് അതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്നുള്ളത് നിങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുക. ഓക്കെ, എന്തെല്ലാമാണ് കളക്ട് ചെയ്യേണ്ടത്? അഗ്രികൾച്ചർ ഓഫ് ദ ടൈം, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ, ഇന്നത്തെ ഒക്യുപ്പേഷൻ, പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ഒക്യുപ്പേഷൻസ്, തൊഴിലുകൾ, ഇന്ന് വന്നിട്ടുള്ള അതിലുള്ള മാറ്റങ്ങൾ. നെക്സ്റ്റ് ഫുഡ്, പിന്നെ ഹോം അപ്ലയൻസസ്, പ്ലേസസ് ഓഫ് വർഷിപ്പ്, ആരാധനാ കേന്ദ്രങ്ങൾ, ഫെസ്റ്റിവൽസ്, പിന്നെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അവിടെ ടേബിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, മൈ ലാൻഡ് എന്ന് എഴുതുക, ഇൻ ദ പാസ്റ്റ്, ടുഡേ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുക. അല്ലേ, പണ്ടുള്ളതുപോലെയാണോ ഇന്ന്? അല്ല അല്ലേ, വളരെ നല്ല ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചേഞ്ച് വരാനുള്ള യഥാർത്ഥത്തിലുള്ള കാരണം എന്തായിരിക്കും? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് കുറച്ച് മെറ്റീരിയൽസ്, പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഒബ്ജക്ട്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത്തരത്തിൽ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന, ഇപ്പോൾ ഇല്ലാത്ത മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് കൂടി ഒരു കളക്ഷൻ വർക്ക് പോലെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് അല്ലേ. എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം പ്രധാനമായിട്ടും സംഭവിച്ചിട്ടുണ്ടാകുക? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടുഡേ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഫുൾഫിൽ ദ കോമൺ നീഡ്സ് ഓഫ് പീപ്പിൾ ഓഫ് എ ലൊക്കാലിറ്റി. ഒരു ലൊക്കാലിറ്റിയിൽ, ഒരു പ്രദേശത്തുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ എന്തുണ്ട്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ട് അല്ലേ. നമ്മളൊരു ലൊക്കാലിറ്റിയിലാണെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ബേസിക് നീഡ്സ്, നമ്മുടെ കോമൺ നീഡ്സ്, പലതരത്തിലുള്ള നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരേണ്ടത് ആരാണ്? അതെ, നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്. ക്ലിയർ ആയോ? The people of a locality elect their representatives to these local self-government. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നതിൽ കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരാണല്ലോ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് തരുന്നത്. അവർ ആരാണ് ഇലക്ട് ചെയ്യുന്നത്? ആ ലൊക്കാലിറ്റിയിലുള്ള പീപ്പിളാണ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എന്തുണ്ട്? വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. നമുക്കറിയാമല്ലോ, നിങ്ങളുടെ പാരൻസിന് വോട്ടിംഗ് റേറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ ഇലക്റ്റഡ് ബൈ വോട്ടിംഗ്. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലുള്ള റെപ്രസെൻറ്റേറ്റീവിനെ ഇലക്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത് ആ ലൊക്കാലിറ്റിയിലുള്ള ജനങ്ങളാണ്. എങ്ങനെയാണ്? ബൈ വോട്ടിംഗ്. വോട്ട് ചെയ്തിട്ടാണ് എലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, വിച്ച് ആർ ദ ലോക്കൽ സെൽഫ് ബോഡീസ്? ഏതെല്ലാം ആയിരിക്കും? അപ്പോൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഏതെല്ലാം പെടും? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻസ് ആർ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നതിൽ എന്തെല്ലാമാണ് വരുന്നത്? ഗ്രാമപഞ്ചായത്ത് വരും, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഇതാണ് മെയിനായിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ പ്ലേസസ് വെർ യു ലീവ്. നിങ്ങൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഏതിലാണ് എന്നുള്ളത് നോക്കിയതിന് ശേഷം അതിന് നേരെ ടിക്ക് മാർക്ക് ചെയ്യുക. ഗ്രാമപഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷൻ ആണോ എന്ന് നോക്കിയതിന് ശേഷം അതിന് നേരെ ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക്കൽ സെൽഫ് ബോഡീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയില്ലേ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ദ പഞ്ചായത്ത് പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ ഒന്നാണ് ഗ്രാമപഞ്ചായത്ത്. ഈ ഗ്രാമപഞ്ചായത്തിലെ ഹെഡ്, മെയിൻ ആയിട്ടുള്ള തലവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് എ ഗ്രാമപഞ്ചായത്ത്. ക്ലിയർ ആയോ? മുനിസിപ്പൽ ചെയർമാൻ ഇസ് ദ ഹെഡ് ഓഫ് മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റിയുടെ ഹെഡ് ആരാണ്? മുനിസിപ്പാലിറ്റിയുടെ തലവൻ ആരാണ്? അതെ, മുനിസിപ്പൽ ചെയർമാൻ ആണ്. ക്ലിയർ ആയോ? മുനിസിപ്പൽ ചെയർമാൻ ഇസ് ദ ഹെഡ് ഓഫ് ദ മുനിസിപ്പാലിറ്റി.
നെക്സ്റ്റ് എന്താണ്? കോർപ്പറേഷൻ ആണ് അല്ലേ. മേയർ ഈസ് ദ ഹെഡ് ഓഫ് ദ കോർപ്പറേഷൻ. അപ്പോൾ കോർപ്പറേഷൻ്റെ ഹെഡിനെ നമ്മൾ എന്താണ് പറയാം? മേയർ എന്നാണെന്ന് പറയാം. ക്ലിയർ ആയോ? ഗ്രാമപഞ്ചായത്തിലെ ലീഡർ അല്ലെങ്കിൽ മെയിൻ തലവൻ ഹെഡിനെ നമ്മൾ എന്താണ് പറയുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ്. മുനിസിപ്പാലിറ്റിയിലെ ഹെഡിനെ എന്താണ് പറയുന്നത്? മുനിസിപ്പൽ ചെയർമാൻ. ഇനി കോർപ്പറേഷനിലെ ഹെഡിന് എന്താണ് പറയുന്നത്? മേയർ. ക്ലിയർ ആയോ? ദ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഈച്ച് വാർഡ് ഓർ ഡിവിഷൻ ഡിസൈഡ്സ് ദയർ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഓരോ വാർഡിലും നിങ്ങൾക്ക് ഓരോ വാർഡായിരിക്കുമല്ലോ അല്ലേ. നിങ്ങളുടെ അവിടെ വാർഡ് മെമ്പർ ഉണ്ടാകും, അല്ലെങ്കിൽ ചിലരുടെ കൗൺസിലർമാരുണ്ടാകും അല്ലേ. അങ്ങനെ ഓരോ വാർഡിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ പ്രതിനിധികളുണ്ടാവും, റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഹെഡ്സിനെ സെലക്ട് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും അവിടെയുള്ള ഹെഡിനെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ. കേരള ഹാസ് 3 ടയർ സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. നമ്മുടെ കേരള സ്റ്റേറ്റിന്, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് 3 ടയർ സിസ്റ്റമാണ്. ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് ഉള്ളത്. ഓക്കെ, അത് ഏതെല്ലാമാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ജില്ലാ പഞ്ചായത്ത്. ഇത്തരത്തിലുള്ള ഒരു 3 ടയർ സിസ്റ്റമാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് ഉള്ളത്. അത് മനസ്സിലാക്കി വെക്കുക. ഇൻ ദ അർബൺ ഏരിയാസ് ഇറ്റ് ഈസ് മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ അല്ലേ. നഗരപ്രദേശങ്ങളാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ടേക്ക് ദ നെക്സ്റ്റ് പേജ്. മൈ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ. നിങ്ങൾ നേരത്തെ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ ഗ്രാമപഞ്ചായത്താണോ ഏതാണെന്ന് മനസ്സിലാക്കിയില്ലേ? ഇനി അത് ഏതാണെന്നുള്ളത് അതിൻ്റെ പേര് അതിന് നേരെ എഴുതുക. പിന്നെ മൈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേര് എഴുതുക, ജില്ലാ പഞ്ചായത്തിൻ്റെ പേരും എഴുതുക. ക്ലിയർ ആയില്ലേ? ദ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ പഞ്ചായത്ത് ഈസ് കോൾഡ് എ വാർഡ് മെമ്പർ. കുട്ടികളെ, ഈ പഞ്ചായത്തിൽ ആ ലൊക്കാലിറ്റിയിൽ ആ പഞ്ചായത്തിലുള്ള ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് തിരഞ്ഞെടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് പ്രതിനിധിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. ദ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റി ഈസ് കോൾഡ് എ കൗൺസിലർ. അതായത് പഞ്ചായത്തിൽ ആ ഒരു പ്രദേശത്തിലുള്ള ജനങ്ങൾ അവരെല്ലാം വോട്ട് ചെയ്തിട്ട് തിരഞ്ഞെടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവിനെ എന്ത് പറയും? വാർഡ് മെമ്പർ എന്ന് പറയും. ഓക്കെ, വാർഡ് മെമ്പർ എന്ന് പറയും പഞ്ചായത്തിലും. അതേസമയം മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ലൊക്കാലിറ്റിയിലുള്ള മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഉള്ള പ്രദേശത്തുള്ള അവിടെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്, വോട്ട് ചെയ്ത് അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധിയെ റെപ്രസെൻറ്റേറ്റീവിനെ എന്തു പറയും? അതേ കൗൺസിലർ എന്ന് പറയും. നിങ്ങൾ കൗൺസിലർ കേട്ടിട്ടുണ്ടല്ലേ? നിങ്ങളുടെ വാർഡ് കൗൺസിലർ അവരാണ് ഇവരാണെന്ന് കേട്ടിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? പഞ്ചായത്താണെങ്കിൽ അവിടെ എലക്ട് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ വാർഡ് മെമ്പർ എന്ന് പറയും. മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണെങ്കിൽ അവിടെ നമ്മൾ എലക്ട് ചെയ്യുന്ന, വോട്ടിങ്ങിലൂടെ നമ്മൾ എലക്ട് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവിനെ എന്ത് പറയും? കൗൺസിലർ എന്ന് പറയും. ക്ലിയർ ആയില്ലേ? ഹൂ ഈസ് യുവർ വാർഡ് മെമ്പർ ഓർ കൗൺസിലർ? പഞ്ചായത്തിലുള്ളവരാണെങ്കിൽ വാർഡ് മെമ്പറിൻ്റെ പേര് എഴുതുക, മുനിസിപ്പാലിറ്റിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കൗൺസിലറിൻ്റെ പേര് അവിടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഗ്രാമസഭ. എന്താണ് ഗ്രാമസഭ എന്ന് പറയുന്നത്? നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മളുടെ ഗ്രാമസഭ ചേരുക എന്നുള്ളത് ആ പ്രദേശത്തിലുള്ള ആളുകൾ എല്ലാവരും കൂടിച്ചേർന്ന് അവരുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടതും അവർ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നേടേണ്ടതും ഈ ഗ്രാമസഭയിലൂടെയാണ്. ഗ്രാമസഭ എന്ന് പറയുമ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയിലെ ആളുകൾ ഒന്നിച്ചു കൂടുകയും അവിടെ നമ്മൾ എലക്ട് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അണ്ടറിൽ നമ്മൾ കൂടുന്ന ഒരു പൊതുയോഗമാണ് ഈ ഗ്രാമസഭയിൽ. നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ ഈ ഗ്രാമസഭയിലാണ് അറിയിക്കേണ്ടത്. പ്രധാനപ്പെട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള, നമുക്ക് വാട്ടർ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ അങ്ങനെ തരത്തിലുള്ള പൊതു ആവശ്യങ്ങൾ, ബേസിക് നീഡ്സ് നമ്മൾ ഈ ഗ്രാമസഭയിലൂടെയാണ് നേടേണ്ടത്. ഇൻ ദ ഗ്രാമസഭ പീപ്പിൾ ഓഫ് എ ലൊക്കാലിറ്റി അസംബിൾ ടു ഡിസ്കസ് ദ ഡെവലപ്മെൻറ്റ് നീഡ്സ് ഓഫ് ദ ലൊക്കാലിറ്റി. ബേസ്ഡ് ഓൺ ദ ഡിസ്കഷൻ ദൈ സജസ്റ്റ് ന്യൂ സ്കീംസ്. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളുകളെല്ലാം ഒന്നിച്ച് അസംബിൾ ചെയ്തതിന് ശേഷം അവരുടെ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻ്റൽ നീഡ്സ്, പുരോഗതിയിലേക്ക് നയിക്കുന്ന അവരുടെ പ്രദേശത്ത് കൊണ്ടുവരേണ്ട പുതിയ പുതിയ ആവശ്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും അറിയിക്കുകയും ചെയ്യുന്നത് ഈ ഗ്രാമസഭയിലൂടെയാണ്. ഈ ഡിസ്കഷൻ്റെ ബേസിസിൽ എന്ത് ചെയ്യും? അവർ പലതരത്തിലുള്ള സ്കീമുകളും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഗ്രാമസഭ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? നെക്സ്റ്റ്, സ്കൂൾ ആസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ.
യുവർ സ്കൂൾ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം നമ്മുടെ സ്കൂൾ ഒരു പ്രൈവറ്റ് ആണ് അല്ലേ, പ്രൈവറ്റ് സ്കൂളാണ്. പക്ഷെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഗവൺമെൻറ് സ്കൂളുകൾ, പബ്ലിക് സ്കൂളുകൾ ഉള്ളതായിട്ട് നമുക്കറിയാം. എന്തെല്ലാം ഫെസിലിറ്റീസാണ് ഇത്തരത്തിലുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്? ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ആയി ലഭിക്കാറുണ്ട് അല്ലേ, സ്കോളർഷിപ്പ് കിട്ടാറുണ്ട് കുട്ടികൾക്ക്, പിന്നെ മിഡ് ഡേ മീൽ ഉച്ചഭക്ഷണം കിട്ടാറുണ്ട്. ഇതൊക്കെ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പബ്ലിക് സ്കൂളുകളിലൂടെ. എഡ്യൂക്കേഷൻ ഈസ് അവർ റൈറ്റ്, സ്കൂൾസ് എൻഷുർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലേ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളത് കുട്ടികളുടെ റൈറ്റാണ്, അവകാശമാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും അല്ലേ, സാമ്പത്തികമായി അല്ലേ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കിട്ടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഗവൺമെൻറ്, അതായത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള സ്കൂള് നിലവിൽ വന്നിരിക്കുന്നത്. വേറെ ഏതെല്ലാം പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്കറിയാം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളത്? പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെല്ലാം നിങ്ങൾക്കറിയാം? അവിടെ നോക്കിക്കേ. പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, റേഷൻ ഷോപ്പ് അല്ലേ. ഇതെല്ലാം കുറച്ച് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എക്സാമ്പിളാണ്. ഈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെല്ലാം സർവീസാണ് ചെയ്യുന്നത്? പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെർവ് ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. പ്രധാനമായിട്ടും ജനങ്ങളുടെ നീഡ്സ്, ആവശ്യങ്ങളെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ എയിം, സർവീസ് എന്ന് പറയുന്നത് അല്ലേ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. സാധാരണ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കുവാനും നിയമമെല്ലാം നടപ്പിലാക്കാൻ ഈ പോലീസ് സ്റ്റേഷൻ അവരുടെ സർവീസ് ചെയ്യുന്നു. പോലീസ് സ്റ്റേഷൻ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ നമുക്ക് റേഷൻ ഷോപ്പ് അറിയാം അല്ലേ. റേഷൻ ഷോപ്പിലൂടെ കുറഞ്ഞ വിലയിൽ എല്ലാ പാവപ്പെട്ട എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഫുഡ് അവൈലബിൾ ആക്കാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, ഇത്തരത്തിലുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സർവീസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ആ ടേബിൾ ഫില്ല് ചെയ്യാം. ചിൽഡ്രൻ, നമ്മൾ ലോക്കൽ സെൽഫ് ബോഡീസിനെ കുറിച്ചും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഓക്കെ. Besides these, there are other institutions and organizations that work for the welfare of the people അല്ലേ. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലേ, മുന്നേറ്റത്തിന് വേണ്ടിയിട്ട്. ഇത് കൂടാതെ വീണ്ടും പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും? ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, ക്ലബ്ബ്, കുടുംബശ്രീ യൂണിറ്റ്. വിച്ച് ആർ ദ അതർ ഓർഗനൈസേഷൻസ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഇനി പുതുതായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടെത്തുക. ഓക്കെ. അവർ ലാൻഡ് ഹാസ് മെനി തിങ്സ് വി ക്യാൻ ബി പ്രൗഡ് ഓഫ് അല്ലേ. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇറ്റ് ഈസ് ദ യൂണിറ്റി ഓഫ് ദ പീപ്പിൾ ദാറ്റ് ലീഡ്സ് ടു ദ പ്രോഗ്രസ് ഓഫ് എ ലൊക്കാലിറ്റി അല്ലേ. അപ്പം നമ്മുടെ ലൊക്കാലിറ്റീൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ യൂണിറ്റിയിലൂടെ മാത്രമേ നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ യൂണിറ്റി ഓഫ് ദ പീപ്പിൾ ഈസ് ദ സ്ട്രെങ്ത് ഓഫ് എ ലാൻഡ്. ജനങ്ങളുടെ ഐക്യമാണ്, യൂണിറ്റി ഓഫ് ദ പീപ്പിൾ ആണ് നമ്മുടെ നാടിൻ്റെ തന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ ചിൽഡ്രൻ, നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടീച്ചർ കുറച്ച് അസൈൻമെൻറ്റ്സും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ആ വർക്കുകൾ ചെയ്യുക, ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.